അലൈക്കും. പ്രിയപ്പെട്ട ലക്ഷദ്വീപ് നിവാസികളെ, ഞാൻ ടി.പി. അബ്ദുൽ ജബ്ബാർ, NCP-SP ലക്ഷദ്വീപ് ഘടകം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ലക്ഷദ്വീപിന്റെ ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് തിണ്ണകര ദ്വീപ് സന്ദർശിച്ചതായി സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് തിണ്ണകര ദ്വീപിൽ വിഷയങ്ങൾ തുടങ്ങിയിട്ട്, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം മാസങ്ങളോളം കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ ആ പ്രദേശം സന്ദർശിക്കാൻ വൈകിയതിൽ ലക്ഷദ്വീപിലെ ജനങ്ങളിൽ സംശയം ഉളവാക്കുകയാണ്. തിണ്ണകര ദ്വീപ് സന്ദർശിച്ച സമയത്ത് അവിടെ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പള്ളി തകർത്തതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ ആ സ്ഥലത്ത് ആ നിസ്കാരപ്പള്ളി നിർമ്മിക്കുന്നതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും നൽകുവാനും അത് പുനർനിർമ്മിക്കുന്നതിന് താങ്കളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവുകയും ചെയ്യുമോ? ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി തിണ്ണകര ദ്വീപിലെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ഗുജറാത്ത് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വെൻകിഡസ് ടൂറിസം കമ്പനിക്ക് ദ്വീപ് ഭരണകൂടം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ലക്ഷദ്വീപുകാർക്ക് അവകാശപ്പെട്ട ഭൂമി ദ്വീപുകാർക്ക് തന്നെ തിരിച്ചു നൽകുന്നതിന് വേണ്ടി താങ്കളുടെ ഭാഗത്ത് ശ്രമമുണ്ടാവുമോ? ഇതുവരെയായിട്ടും ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദ്വീപ് ഭരണകൂടത്തിന്റെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെയും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയും ഇന്ത്യൻ പാർലമെന്റിനകത്ത് താങ്കൾ സംസാരിച്ചതായി കണ്ടിട്ടില്ല. ഇനിയെങ്കിലും താങ്കളുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുവാൻ തയ്യാറാകുമോ? താങ്കൾ കേവലം ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് അല്ല, ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയാണ്. താങ്കൾ തിണ്ണകര ദ്വീപ് സന്ദർശിച്ചതിന് ശേഷം ഒരു പ്രസ്താവന നടത്തേണ്ടത് അനിവാര്യമായിരുന്നു. ഇതുവരെയായും താങ്കളുടെ ഭാഗത്തുനിന്ന് ഇത് കാണുന്നില്ല. ഇത്തരം ഒരുപാട് ദുരൂഹമായ പ്രവർത്തനങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ലക്ഷദ്വീപ് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുകയാണ്. ഇനിയെങ്കിലും താങ്കളുടെ നിലപാടിൽ നിന്നും താങ്കൾ പിന്നോട്ട് പോകുവാൻ തയ്യാറാകുമോ?